കോൺഗ്രസ് നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ്, രാഷ്ട്രീയ ലോക്ദൾ, DMK, സമാജ്വാദി പാർട്ടി, ബഹുജൻ സമാജ്വാദി പാർട്ടി, JDU എന്നീ പാർട്ടി നേതാക്കളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഉത്തർപ്രദേശ് ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ ഫെബ്രുവരി 1 ബജറ്റ് അവതരണം നീട്ടിവെക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രചാരണത്തിനിടെയുള്ള ബജറ്റ് അവതരണം പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ബജറ്റിൽ ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇടവരുത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. വോട്ടെടുപ്പ് അവസാനിക്കുന്ന മാർച്ച് 8 ശേഷം ബജറ്റ് അവതരിപ്പിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് പ്രതികരിച്ചു. ഇതേ സംസ്ഥാനങ്ങളിൽ 2012 തെരഞ്ഞെടുപ്പുണ്ടായപ്പോൾ BJPയുടെ ആവശ്യം പരിഗണിച്ച് ബജറ്റ് അവതരണം മാർച്ചിലേക്ക് മാറ്റിയെന്നും ഗുലാം നബി ആസാദ് പറഞ്ഞു. कांग्रेस पार्टी ने UPA ने ये अपोजिशन की डिमांड स्वीकार की थी और बजट 28 फरवरी के बजाय 16 मार्च 2012 को प्रेजेंट हुआ. അതേസമയം ബജറ്റ് മാറ്റിവെക്കില്ലെന്ന നിലപാടിലാണ് കേന്ദ്രം. ബജറ്റ് ഫെബ്രുവരിയിലായിരിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. പൊതുബജറ്റിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന് അമിത പ്രാധാന്യം നൽകാറില്ല. ഈ സാഹചര്യത്തിൽ അവതരണം മാറ്റിവെക്കില്ലെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ഭരണപ്രതിപക്ഷങ്ങൾ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് നിർണായകമാകും. രാജേഷ് കോയിക്കൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.